ഹലോ! ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയിട്ട് നോക്കുമ്പം ഇതാണ് അവസ്ഥ. മുഴുവൻ മഞ്ഞ് വീണ് നല്ല വെള്ളപ്പാടം പോലെ ഇരിക്കുന്നു. ഇത് ശരിക്കും ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ ഈ വ്യൂ. ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ മുമ്പിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് യുകെയിൽ, അതായത് ഞങ്ങളുടെ ലെസ്റ്ററിൽ മഞ്ഞ് പെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ എക്സൈറ്റ്മെന്റ് മാറിക്കിട്ടും. കാരണം അത്രയ്ക്ക് തണുപ്പാണ്. എന്നാലും കാണാൻ നല്ല രസാട്ടോ. പിന്നെ മക്കളതെടുത്ത് കുറേ എടുത്ത് വാരി കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കൈ തണുത്ത് മരച്ചപ്പോൾ തിരിച്ച് കേറിപ്പോന്നു. അങ്ങനെ കേറിപ്പോന്ന ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം ഹസ്ബൻഡും മക്കളും പള്ളിയിൽ പോയി. കാരണം 1-ാം തീയതി അവർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ 2-ാം തീയതിയാണ് പള്ളിയിൽ പോയത്. നമ്മുടെ ചർച്ചിൽ തന്നെ ഇന്ന് ഇംഗ്ലീഷിൻ്റെ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിനാണ് പോയത്. അത് കഴിഞ്ഞ് കടയിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അവർ 3 കൂടി കടയിലൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി കുറച്ച് ലേറ്റായിട്ട് കേട്ടോ അവർ തിരിച്ചു വന്നത്. ഞാനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നത് കൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് സുഖമായിട്ട് കയറി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ഉറങ്ങാൻ വന്നു. പിന്നെ എഴുന്നേറ്റ് ലഞ്ച് കഴിച്ച ശേഷം ഈവനിങ് ഞങ്ങളൊരു മൂവിക്ക് പോയി. ലഞ്ച് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടാ. ഇത് നമ്മൾ പോകുന്ന വഴിക്കേണ്ട ഫെരിസ് വീലാണ്. ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ പറയുന്ന ഫെരിസ് വീൽ എന്നാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇത് കാണാൻ. പക്ഷെ ക്യാമറയിൽ അത്രയ്ക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് വന്നിട്ടില്ല. പിന്നെ നമ്മൾ കാണാൻ പോയ മൂവി ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സർവ്വമായയായിരുന്നു. കുറച്ച് കാലമായി മൂവിയൊക്കെ കാണാൻ പോയിട്ട്. അതുകൊണ്ടാണ് ഈ മൂവിക്ക് പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കാരണം ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നൊരു മൂവിയാണെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ മൂവി കാണാൻ പോയാൽ പോപ്കോണും കോക്കും ഒക്കെ നിർബന്ധമാണല്ലോ. ഇതൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, മക്കൾക്കും ഇഷ്ടപ്പെട്ടു. ഹസ്ബൻഡ് ന്യൂട്രലായിട്ടുള്ള അഭിപ്രായമായിരുന്നു. പിന്നെ വീട്ടിൽ തിരിച്ചു വന്ന ശേഷം നമ്മൾ കുറച്ച് ഫ്രൈസും നഗറ്റ്സും പിന്നെ ഹോട്ട് ഡോഗ്സും ഒക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചു. ഇത് കണ്ടോ, ഇതൊരു ഷഡഡ് ചിക്കൻ പോലെ നഗറ്റ്സ് പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇത് ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ ഡിനോസറിൻ്റെ ഷേപ്പാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. പിന്നെ സൈഡ്സായിട്ട് കുറച്ച് സാലഡ്സും ഉണ്ടായിരുന്നു. എനിക്ക് ഈ സാലഡിനോട് വലിയ താല്പര്യമില്ല, കാരണം അത് ഹെൽത്തി ആണല്ലോ. അപ്പം പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.